ഹരിത കരഞ്ഞപേക്ഷിച്ചിട്ടും രാഹുലിന്റെ മനസ്സ് മാറുന്നില്ല. പ്ലീസ്, മറ്റുള്ളവരെ കൂടി ഒന്നും അറിയിക്കരുത്. സ്വയം ചായ ഇടാൻ ഒരുങ്ങുന്ന ഹരിതയെ ഉപദേശിക്കുന്ന ജോലിക്കാരി. നമ്മള് നമ്മുടെ കെട്ടിയോമാരോട്, ദേ മനുഷ്യ, ഞാൻ നിങ്ങളുടെ എന്ത് കാര്യത്തിനും കട്ടയ്ക്ക് കൂടെയുണ്ടെന്ന് പറഞ്ഞു നടക്കാറുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് ആ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് കൂടെയുള്ള നമ്മുടെ കടമയാണ്. അതവർക്ക് ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ എന്ത് തലപോകുന്ന പ്രശ്നം വന്നാലും അവർക്ക് പുല്ല. പതിവില്ലാതെ ഹരിത രാഹുലിന് ചായ ഇട്ട് കൊടുത്തത് ഇഷ്ടപ്പെടാതെ രോഹിണിയും പ്രിയയും. അമ്മേ, പെട്ടെന്ന് അവിടെ ഇങ്ങനെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിലേ അതെന്തോ മുന്നിൽ കണ്ടിട്ട് തന്നെ. രാഹുലിന്റെ ഫോണിലേക്ക് അഖിലിന്റെ മെസ്സേജ് വരുന്നു. രാഹുൽ അസ്വസ്ഥനാകുന്നു. നമ്മുടെ ഓഫീസ് സ്റ്റാഫിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെല്ലാം ഈ ഫോട്ടോസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഹരിതയുടെയും രാഹുലിന്റെയും ലവ് സ്റ്റോറി ബ്ലോഗ് ചെയ്യാൻ ഒരുങ്ങുന്ന നിഖിത. ഏട്ടത്തി ഓക്കെ പറഞ്ഞ അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ നമ്മൾ പൊളിക്കുന്നു. തുടർന്ന് കാണുക. താൻ ഇവിടെ നിൽക്കുകയാണോ? താൻ എന്താ ചെറിയ പിള്ളേരെ പോലെ? ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ ചെറിയ സന്തോഷങ്ങളല്ലേ? താൻ ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുക. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതായിട്ടേ കുറെ നാളുകളായി. വേണുവേട്ടൻ അവിടെ പോയിട്ട് ഇളിച്ചു നിക്കണേലായിക്കോ, എന്നെ അതിന് കിട്ടത്തില്ല. നികിത ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമല്ലേ ഇത്? അവരുടെ അച്ഛനമ്മമാരെ നമ്മൾ വേണ്ടേ കുട്ടികളുടെ ഇങ്ങനെയുള്ള ടാലന്റുകൾ പ്രോത്സാഹിപ്പിക്കാൻ? നീ ഇങ്ങനെ മാറിയുന്ന അവൾക്കതൊരു വിഷമമാവും. ആയിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. അവൾക്ക് യൂട്യൂബിലിടാൻ വേറെ എന്തെല്ലാം ഒക്കെ ചെയ്യാം. ഈ നാട്ടുകാർക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എന്റെ മോനുവിന്റെയും ആ അനാഥപ്പെണ്ണിന്റെയും പ്രണയകഥ അറിയാഞ്ഞിട്ട് ഈ നാട്ടുകാര് മുഴുവൻ അങ്ങ് സങ്കടപ്പെട്ട് കൈയും കാലും അടിച്ച് കരയാന്നാണോ നിങ്ങളുടെ മോള് പറയുന്നത്? ഓ, അതാണോ നിന്റെ പ്രശ്നം? സാരമില്ല, അടുത്ത എപ്പിസോഡിൽ നമ്മുടെ രണ്ടുപേരുടെ ഒരു ലവ് സ്റ്റോറി ഷൂട്ട് ചെയ്യാൻ പറയാം. തനിക്കത് ഓക്കെയാണോ? വേണോട്ടെ, ചുമ്മാ ചൊറിയാൻ നിക്കല്ലേ. താനൊന്ന് സമാധാനമായിട്ട് ആലോചിച്ച് നോക്കാം. ഈ പരിപാടിയിൽ നിന്ന് താൻ വിട്ടുനിന്ന ഹരിതമോളും രാഹുലും എന്താ വിചാരിക്കുക? അവര് സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ ഇഷ്ടമില്ലാത്ത ഈ വീട്ടിലെ ഒരേ ഒരാൾ താനാണെന്ന് അവർക്ക് തോന്നുകയല്ലേ? അവളെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കുന്ന എന്നെ കൊണ്ട് തന്നെ അവളെ പാടി പുകഴ്ത്തുന്നത് കാണാൻ മനഃപൂർവ്വം ചെയ്യുന്നതാ ഇതൊക്കെ. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. രോഹിണി, ലൈഫിലെ ചില സിറ്റുവേഷൻസ് ഇങ്ങനെയാ. തീരെ താല്പര്യമില്ലെങ്കിലും ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നിൽക്കേണ്ടി വരും. ബദ്ധശത്രുക്കളായ രാഷ്ട്രീയക്കാര് പരസ്പരം കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഏതാണ്ട് ആ ഒരു ലൈൻ. അപ്പൊ നല്ല കുട്ടിയായിട്ട് വേഗം പോയി റെഡി ആയിട്ട് വാ. ചെല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തോണം. സംഭവം പൊളിക്കും. മിസ്റ്റർ റോക്കി. എന്തോ വിളിച്ചേ? മിസ്റ്റർ റോക്കി. അങ്ങനെ വിളിക്കും. ഡയറക്ടറെ ഞാനോ? വലിയ കൊട്ടേഷൻ ഒന്നും വേണ്ട. ഇവരെന്താ ഇത്ര ലേറ്റ് ആവുന്ന? ശരിയാണല്ലോ, അമ്മയും കാണുന്നില്ല. അവള് നേരത്തെ എത്തിയത് തന്നെ, അത് ഈ കാര്യത്തിന്. എന്താ ഇങ്ങനെ നോക്കുന്നേ? നന്നായിട്ടില്ലേ? നന്നായിട്ടില്ലേന്നോ? സൂപ്പർ ആയിട്ടുണ്ട്. മേക്ക് ഓവർ അല്ല റോക്കി? പിന്നല്ലാതെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴാ മോളെ നിനക്ക് വേറൊരു ലുക്ക് വന്നത്. ഇനി ഇങ്ങനെ മതി മോളെ. മോളെ ഇങ്ങനെ മാറ്റിയെടുത്തത് എന്റെ മോനൂട്ടനായിരിക്കും അല്ലേ? അല്ല, അവനെവിടെ?
അപ്പോ ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? ഞങ്ങൾ കരുതി നിങ്ങൾ ഒരുമിച്ച് റൂമിൽ കാണൂന്ന്. ആ ഇല്ല, ഏട്ടൻ അവിടെ ഇല്ലായിരുന്നു. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഏട്ടൻ ഇത് എവിടെ പോയി കിടക്കുവാ? ആ, അവൻ ഈ ബാൽക്കണിയിൽ എവിടെയെങ്കിലും കാണും. എന്നാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട 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 വേണ്ട, ഇയാള് വിളിക്കണ്ട. അവളെ ഹരിതമോള് പോയി വിളിച്ചാ മതി. അല്ല മുത്തശ്ശ, ഏട്ടനെ നികിത പോയി വിളിച്ചോട്ടെ? വേണ്ട, മോള് തന്നെ പോയി വിളിച്ചാ മതി. അതെ മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ ഇത്തിരി മടിയാ. മോനോട്ടിന്റെ സ്വഭാവം മോക്കറിയാവുന്നതാണല്ലോ. മോള് എന്ന് വിളിച്ചാലേ അവൻ വരത്തുള്ളൂ. ചെല്ലു മോളെ. ആ മുത്തശ്ശ, ആ, ഞാൻ ആ, ചുറ്റി തിരിയാതെ പോയിട്ട് വായെടുത്തി. ആ, ചെല്ലു മോളെ. ശരി, ഞാൻ പോയി ഏട്ടനെ വിളിച്ചിട്ട് ആ വരാം. അത് മതി. എന്റെ പൊന്നേ. എടുത്തോ. ആ നടക്കും. രാഹുലിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതിന് ഇവളെന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ഇനി ഇവര് തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? എടി കൊച്ചേ, അവര് തമ്മിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഇയാളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അല്ല മുത്തശ്ശ, അത് പിന്നെ ഞാൻ അല്ല മുഞ്ഞാഞ്ഞ. ഹലോ, ഒന്ന് നിന്നേ. എടി ഒരു ആത്മകഥം പോലും സൈലന്റ് ആൻഡ് പറയാൻ അറിയാത്ത പോ അയ്യടാ. ആ അതുകൊണ്ട് മോളെ, മോനും ഹരിതമോളും കൂടി പരസ്പരം കൈകോർത്ത് പിടിച്ച് മന്ദ ഇറങ്ങി വരുന്ന സീനായിരിക്കണം നിന്റെ ബ്ലോഗിന്റെ ഓപ്പണിംഗ് സീൻ. എങ്ങനുണ്ട്? അത് കലക്കി. ആ കലക്കി. നേരത്തെ നിനക്കെന്നോട് പുച്ഛമായിരുന്നല്ലോ. വാ. അപ്പൊ ശരിക്കും പ്രശ്നമൊന്നുമില്ലേ? അല്ല, എന്തോ ഉണ്ട്. ഏട്ടാ, താഴെ എല്ലാവരും ഏട്ടനെ കാത്തിരിക്കുക. ഞാൻ വരില്ല എന്ന് പറഞ്ഞേക്ക. എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഏട്ടൻ എന്നോടല്ലേ ദേഷ്യം? അതെന്തിനാണെന്ന് പോലും ഞാനിപ്പോ ചോദിക്കുന്നില്ല. ഏട്ടന് പറയാൻ തോന്നുമ്പോ പറഞ്ഞാ മതി, ഞാൻ കാത്തിരുന്നോളാം. ഏട്ടനിപ്പോ ഡ്രസ് ചെയ്ത് താഴേക്ക് വന്നില്ലെങ്കിൽ നമുക്കിടയില് പ്രശ്നം ഇവിടെ എല്ലാവരും അറിയും. അത് വേണ്ടാന്നാ എനിക്ക് തോന്നുന്നേ. ആ വഴക്കിന്റെ പേരിൽ ഏട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകുവാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു പരിപാടി നിനക്ക് താല്പര്യമില്ലാന്ന് നീ തന്നെ അവരോട് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഞാനങ്ങോട്ട് കെട്ടിയെടുത്താ അതിന്റെ പണി നിനക്കാ. എന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ നീ നാറും. അങ്ങനൊരു സീൻ ഉണ്ടാവാതിരിക്കാനാ ഞാനീ പറഞ്ഞ. പോയി ഡീൽ ചെയ്യ്. എല്ലാവരും ഏട്ടനെ കാത്ത് താഴെ നിൽക്കുക. പ്ലീസ്, ദയവായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക. എന്നെ കൊണ്ട് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ പറ്റുന്ന സമയം ഒരുപാട് വൈകിപ്പോയി. അതെ, ശരിയായ തീരുമാനം എടുക്കാൻ ഞാനും വൈകിപ്പോയി. അതിന്റെ ഞാൻ ഈ അനുഭവിക്കുന്ന. നമുക്കിടയിലെ പിണക്കങ്ങൾ നമുക്കുള്ളിൽ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്? എന്തിനാ നമ്മള് കാരണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വിഷമം ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ നിന്റെ എന്ത് കോമാളിത്തരത്തിനും കൂടെ നിൽക്കണമെന്നായിരിക്കും അല്ല? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഏട്ടാ ഞാൻ പറഞ്ഞത്. നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരെ സങ്കടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ? ഏട്ടൻ വരാതിരിക്കരുത്, വരണം. എനിക്ക് വേണ്ടിയല്ല, മുത്തശ്ശനെ നികിതയെ ഓർത്തെങ്കിലും വരണം പ്ലീസ്. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, പറ്റുമെങ്കിൽ സാധിച്ചു തരണം. എന്നെ ആദ്യം കണ്ടപ്പോ ഏട്ടനിട്ട അതേ ഷർട്ടൊന്ന് ഇട്ടോണ്ട് വരുമോ?
അത് ഞാൻ അലമാരയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ ലുക്ക് പൊളിയായിട്ടുണ്ട്. വാ 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 ഇരിക്ക്. ആ അപ്പോ ആദ്യം ഞാനായിട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ഇവരെ തമ്മിൽ ആദ്യമായി കൂട്ടിമുട്ടിച്ചത് ഞാനാണല്ലോ. തൽക്കാലം മുത്തച്ഛൻ ആരോടും ഒന്നും പറയാൻ പറയുന്നില്ല. ആ ഇപ്പൊ ഹരിതേച്ചിയുടെ ടൈമാ. ഓ ചേച്ചി ചേട്ടനെ കണ്ട നാള് മുതല് ഇപ്പൊ വരെയുള്ള ലൈഫിനെ കുറിച്ച് ഓർക്കുമ്പോ ചേച്ചിക്ക് ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാനെന്താ പറയണ്ടേ? ശരിക്കും ഹാപ്പിയാ. എന്റെ ലൈഫില് ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല. ആരുമില്ലാതെ ജീവിച്ച ഒരാളാ ഞാൻ. എനിക്കിപ്പോ എന്റെ ഏട്ടനുണ്ട്. ഏട്ടനെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ കുടുംബമുണ്ട്. എന്നെ പോലൊരാൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? തള്ളി മറയ്ക്കുക. അതിനവളെ ആരും പഠിപ്പിക്കണ്ടല്ലോ. പഠിച്ച കള്ളിയാ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ തള്ളൊന്ന് കഴിയട്ടെ, എന്നിട്ട് കേൾക്കാം. ഇനി ചേച്ചി ചേട്ടനെ കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറ. ഏട്ടൻ ഒരു നല്ല മനസ്സിനുടമയാ. അങ്ങനെ ഒരാൾക്കല്ലേ ആരുമില്ലാതെ ജീവിച്ച ഒരു പെണ്ണിനെ ജീവിതത്തിൽ കൂടെ കൂട്ടാനുള്ള മനസ്സുണ്ടാവൂ. പിന്നെ ആളൊരു പഞ്ചപാവ. ചിലപ്പോ എനിക്ക് തോന്നും എന്റെ ഏട്ടൻ ഒരു കൊച്ചു കുട്ടിയാണെന്ന്. ചെറിയ ചെറിയ വാശികൾ, ചിലപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടും, കൊച്ചുകുട്ടികളെ പോലെ. ഉള്ളില് കളങ്കമില്ലാത്തവരങ്ങനെയാ. ഏട്ടൻ അങ്ങനെ ഒരാളാ. എനിക്ക് അങ്ങനെയുള്ളവരെയാ ഇഷ്ടം. കേട്ടോടാ പൊന്നു മോനു, ഹരിതമോള് നിന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. നീ ഭാഗ്യവാനാടാ. ഭാഗ്യവാനാ. മുത്തച്ഛൻ ഇടയിൽ കയറി സംസാരിക്കല്ലേ, ഇതിന്റെ ഫ്ലോ പോവും. പ്ലീസ്. ഉത്തരവേ. ഇനി ചേട്ടൻ പറ ചേച്ചിയെ കുറിച്ച്. ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ചേട്ടനുണ്ടായ മാറ്റങ്ങളെ കുറിച്ച്. മക്കള് പറ. ഹരിത, ഹരിത
അത് ഹരിത ഓ തോന്നക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ പൊറുക്കുമല്ലോ. ഓ ഏട്ടന് എന്ത് പറ്റി? അവനെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ എല്ലാരും കൂടി എന്റെ മോനുവിനെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഇടപെടേ വേണു. അത് ശരി, അവനോട് പാറ പൊട്ടിക്കുന്ന പണിയൊന്നുമല്ലല്ലോ പറഞ്ഞത്. സ്വന്തം ഭാര്യയെ കുറിച്ച് നല്ല 2 വാക്ക് പറയാനല്ലേ പറഞ്ഞുള്ളൂ. ചേച്ചിയെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ സന്യസിക്കാൻ പോകുമെന്ന് പറഞ്ഞ ആളാ. അയ്യേ ഇനി എവനുമല്ല സ്റ്റേജ് ഫിയറുമാണ്. എടാ ധൈര്യമായിട്ട് ഉള്ളിലുള്ളത് അങ്ങോട്ട് തട്ടി വിറ. അയ്യോ മക്കളെ മോന് വന്ന് നിക്കേ. ഒന്ന് നിന്നേ. എടാ മക്കളെ ഞങ്ങള് തമാശ പറഞ്ഞതല്ലയോ, നീ അപ്പോഴങ്ങ് സീരിയസ് ആക്കിയോ? നീ വാ വീട് മുത്തശ്ശ. മോനെ മോൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെയാ. തോറ്റുപോയി സാറേ, കരിയറിലും എൻ്റെ ലൈഫിലും. എന്തുകൊണ്ടാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ഏട്ടനോട് ചെയ്തിട്ടില്ല. വിവരം കേട്ടവൻ. ഇത്ര ബോധമില്ലാതെ ഓരോന്ന് ചെയ്യാമോ? അവന്റെ മനസ്സിന് അത്രയും ദണ്ണുണ്ടായി കാണും. എന്റെ വാ ചൊറിഞ്ഞോണ്ട് വരുവാന്നേ ഞാൻ വല്ലതും പറയുവേ. ഒരു പെങ്കൊച്ചിനെ രാത്രി മുഴുവൻ മുറിക്ക് പുറത്താക്കിയിട്ട് അവൻ എന്ത് പ്രശ്നത്തിനാ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? ഓഫീസില് എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ശരിക്കും മോനുവിന്റെ ഓഫീസിൽ എന്താ മോളെ സംഭവിച്ചത്? ഞാൻ കാരണം എങ്ങനെയാ ഏട്ടന്റെ പ്രൊമോഷൻ നഷ്ടപ്പെട്ടതെന്നോ നാണം കെട്ടതെന്നോ എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തിന്റെ പേരില് ഏട്ടൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് പറഞ്ഞു പഠിപ്പിച്ച സന്യാസിനി അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തിയത്. എന്നിട്ട് ഞാനായിട്ട് എന്റെ ഏട്ടനെ ദ്രോഹിച്ചോ? എന്നെ വഴക്ക് പറഞ്ഞതിലോ മുറിയിൽ ഇറക്കി വിട്ടതിനോ അല്ല. ഞാൻ എന്റെ ഏട്ടനെ അറിഞ്ഞോ അറിയാതെയോ ദ്രോഹിച്ചു പോയോന്നോർത്ത എന്റെ ടെൻഷൻ. ഹരിത മോളെ, നീ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മോളെ. നീ അങ്ങനെ ചെയ്യത്തുമില്ല. ഈ പ്രശ്നം എന്തു തന്നെയായാലും അത് ഞങ്ങൾ പരിഹരിച്ചിരിക്കും. ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ കൂടെയുണ്ട്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ, എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആള്. അങ്ങനെയുള്ള ചേച്ചിയുടെ കണ്ണു നിറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. കരയാതെ മോളെ, നമ്മള് വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി എന്റെ പൊന്നു മോള്. മതി മതി, ഇതേ അതിനുള്ള സമയമല്ല. മോളെ, മോള് വിഷമിക്കണ്ട.
ഈ പ്രശ്നം മുത്തച്ഛന് വിട്ടേക്ക്. ഇത് സോൾവ് ചെയ്യേണ്ട വഴി എനിക്കറിയാം. മോള് ധൈര്യമായിട്ടിരി. ആ എന്റെ പൊന്നമ്മേ, ഇതാണ് അമ്മ കാത്തിരുന്ന സുവർണ അവസരം. ഇപ്പൊ കാര്യമായിട്ടൊരു പിടി പിടിച്ചാലേ അവൾ എന്നേക്കുമായിട്ട് നമുക്ക് പിഴുതെറിയാം. പ്രിയേ, വേരിറങ്ങി തുടങ്ങിയില്ലാത്ത ആ നാമ്പ് ഞാനങ്ങ് നുള്ളിയെടുക്കും. അത്രേ ഉള്ളൂ. അവളെ ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ ദൈവമായിട്ടൊരു ചാൻസ് തന്നിരിക്കുന്നതാ. ഇത് പാഴാവാൻ പാടില്ല. ഓരോ നീക്കവും അളന്ന് കുറിച്ചു വേണം. അതിനാദ്യം രാഹുലിന്റെ ഓഫീസിൽ എന്താണ് ശരിക്ക് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സംഗതി എന്തോ സീരിയസ് കാര്യമാ. അല്ലെങ്കിൽ മോനു അവളെ പിടിച്ച് പുറത്താക്കത്തില്ല. അതും കൂടി അറിഞ്ഞാലേ അവൾക്കുള്ള ഒടുക്കത്തെ പണി നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യണം? അതിനല്ലേ നീ. ഞാനോ? ആ, ഈ വീട്ടിൽ എനിക്ക് ആകെ വിശ്വാസമുള്ളത് നിന്നെയാ. ഇമ്മാതിരി പണിക്ക് നീയാ ബെസ്റ്റ്. നീ ഒന്ന് കാര്യമായിട്ട് ചെവി കൂർപ്പിച്ച് സ്പൈ വർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അമ്മേ, പഴയ പോലെ എനിക്കിത് അവസാനം പണിയാവോ? നീ പേടിക്കാതെ പ്രിയേ, ഇപ്പം നമ്മുടെ ടൈമാ. അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്ന കാര്യം രാവിലെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഉപ്പം ചലച്ചത് നീ ഓർക്കുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു നിന്നോട്. ഇപ്പൊ കണ്ടോ, ദൈവവേ എന്റെ കൂടാ. ഞാൻ സിംഹരാശിയാ പ്രിയേ. ഒരിക്കലും ആരുടെ മുന്നിലും തോൽക്കില്ല. എപ്പോഴും എവിടെയും ജയം എനിക്കായിരിക്കും. അമ്മ ഇടയ്ക്കിടയ്ക്ക് സിംഹരാശിയുടെ കാര്യം പറയുമ്പോഴേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാ ബോധ്യായത്. അതാണ്. എന്നാ നീ വിട്ടോ, തഞ്ചത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വാ. ദേ, സൂക്ഷിച്ചു വേണം.